കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ അവസാനത്തെ 10-ൽ രാത്രി 2 മണിക്ക് ഖിയാമുൽ ലൈലായി നമസ്കരിച്ചിരുന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി നമസ്കാരം ഉണ്ടായിരിക്കില്ല, അങ്ങനെ ഒരു രീതി നമ്മൾക്കില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഖിയാമുൽ ലൈൽ തഹജ്ജുദായി നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. റമദാനിലെ അവസാനത്തെ 10-ൽ നമ്മുടെയൊക്കെ പള്ളികളിൽ തഹജ്ജുദ് നമസ്കാരം സംഘടിപ്പിക്കും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം അഥവാ തഅഖീബ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തഅഖീബ് എന്ന് പറഞ്ഞാൽ റമദാനിൽ തറാവീഹ് നമസ്കരിച്ച് വിത്റാക്കാതെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും പള്ളിയിലേക്ക് വരികയും ബാക്കി നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രൂപം. അത് പഴയകാലം മുതൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഇത് പറ്റുമെന്നും പറ്റില്ല എന്നും പറയുന്ന ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ എന്താണ് വിഷയം? തറാവീഹ് 23, 40, 36 ഒക്കെ നമസ്കരിക്കാമെന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ. അവർ ഈ നമസ്കാരം സ്പ്ലിറ്റായിട്ട് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വിഷയത്തിൽ തർക്കമുണ്ടായതാണ്. അതല്ലാതെ രാത്രി നമസ്കാരം നമ്മളൊക്കെ ഇപ്പോൾ നിർവഹിക്കുന്നത് പോലെ നമ്മൾ ഒന്നുകിൽ തറാവീഹ് നമസ്കരിക്കും, അല്ലെങ്കിൽ തറാവീഹ് ഒഴിവാക്കിയിട്ട് തഹജ്ജുദ് നമസ്കരിക്കും. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ തർക്കമേ ഇല്ല മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ. ഓരോരുത്തർക്കും ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ മുമ്പ് എപ്പോഴാണോ നമസ്കരിക്കാൻ സാധിക്കുന്നത്, അത് ഒറ്റക്കായിട്ടോ ജമാഅത്തായിട്ടോ എപ്പോഴാണോ അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുക, ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? ജമാഅത്ത് സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ 11 നിസ്കരിക്കുന്നുള്ളൂ. ആ നമസ്കാരം ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഈ രൂപത്തിൽ ഉള്ള ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാർക്കോ ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ, എന്ത് തറാവീഹ് എത്രയും നമസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ആ നമസ്കാരം തന്നെ 2 സമയങ്ങളിലായിട്ട് നമസ്കരിക്കാം. അതിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും അത് ശരിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? തറാവീഹായിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം, അതേപോലെ തന്നെ തഹജ്ജുദായിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം. രണ്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർ, തറാവീഹായിട്ട് നിസ്കരിക്കുന്നവർ ഇമാമിൻ്റെ കൂടെ അത് പൂർണ്ണമായിട്ടാണ് നിസ്കരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തഹജ്ജുദ് അത് ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്നതാണ് നല്ലത്. രണ്ടാക്കുന്നതിൻ്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.